ഹായ്. തെങ്ങിനിപ്പോൾ ശുക്രദശയാണ്. തെങ്ങ് എല്ലാവരും നടാൻ ശ്രമിക്കുന്ന കാലമാണ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ആദായം കിട്ടുന്ന വിളയാണല്ലോ പണ്ട് പോലെ മലയാളി ചെയ്യുന്നത്. ഇപ്പം വീണ്ടും തെങ്ങ് നമ്മുടെ ഇടക്കാലത്തൊക്കെ നമുക്കൊന്ന് താഴ്ന്നു പോയെങ്കിലും ഇപ്പം വീണ്ടും തേങ്ങയ്ക്കും തെങ്ങിനും വെളിച്ചെണ്ണയ്ക്കും ഒക്കെ ഭയങ്കര വിലയുള്ള കാലമാണ്. അപ്പം നല്ല തെങ്ങ് നടുക, നല്ലത് തന്നെ തിരഞ്ഞെടുത്ത് നടുക. നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ നാടൻ തെങ്ങാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നാടൻ നട്ട് നമുക്ക് കേരസമൃദ്ധി വീണ്ടെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ പൂർവികരൊക്കെ വെച്ചിട്ടുള്ള 10-60 വർഷമുള്ള തെങ്ങുകൾ ഇപ്പോഴും നന്നായി കായ്ച്ച് കൊലകുത്തി നിൽക്കുന്നത് ആ തെങ്ങുകൾ തന്നെയാണ് ഏറ്റവും നല്ലത്. പല ആൾക്കാരും എത്രയും വേഗം കായ്ക്കുന്ന തെങ്ങിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് പലപ്പോഴും എൻ്റെ അടുത്തൊക്കെ വരാറുണ്ട്, കൃഷി വിദഗ്ധരുടെയൊക്കെ അടുത്ത് വരാറുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എപ്പോഴും നല്ലത് നാടൻ തെങ്ങുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ തൈ എവിടെ അന്വേഷിക്കും എന്നുള്ളത് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. നന്നായി കായ്ക്കുന്ന രോഗപ്രതിരോധ ശക്തിയുള്ള ചുറ്റും രോഗമുള്ള തെങ്ങിൻ്റെ നടുക്ക് നന്നായി കായ്ച്ചുകൊണ്ട് രോഗപ്രതിരോധ ശക്തിയുള്ള നല്ല തെങ്ങുകൾ, അതാണ് അമ്മത്തെങ്ങ്. അത്തരം അമ്മത്തെങ്ങുകളിൽ നിന്ന് ഈ തേങ്ങ നമ്മൾ വിളഞ്ഞ തേങ്ങ പാകി മുളപ്പിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ല തെങ്ങ്. അപ്പം അത്തരത്തിലുള്ള തെങ്ങുകളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. അത് കണ്ടെത്തി നമ്മൾ അതിൻ്റെ തേങ്ങ പാകി ഉണ്ടാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല തെങ്ങുകൾ. അപ്പോൾ അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാകും. ആ തെങ്ങിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗപ്രതിരോധ ശക്തി ഉള്ളതായിരിക്കണം. അതേപോലെ തന്നെ ആണ്ടിലെ ഒരു 12 കുലകളെങ്കിലും ഉണ്ടാവണം. തെങ്ങെന്ന് പറയുന്ന ഒരു നിത്യഗർഭിണിയാണ്. മാസത്തിൽ ഒരു തവണ കൊല വരും, ഓരോ കൂമ്പ് വരും. ആ കൂമ്പൊക്കെ നല്ല പോലെ വിളഞ്ഞ് കൂടുതൽ തേങ്ങ കിട്ടുന്നത്. ആണ്ടിൽ ഏതാണ്ട് ഒരു 80 തേങ്ങയെങ്കിലും കിട്ടുന്ന തെങ്ങായിരിക്കണം. അതേപോലെ തന്നെ ഓലകൾ ഒരു 30 ഓലകളെങ്കിലും ഉണ്ടായിരിക്കണം. പേട്ട് തേങ്ങ കായ്ക്കുന്ന സ്വഭാവം ഉള്ളതാവരുത്. ഈ തേങ്ങ ഈ കൊഴിഞ്ഞു പോകുന്ന സ്വഭാവം ഉണ്ടാവരുത്. അത്തരത്തിലുള്ള പ്രത്യേകതകളുള്ള നല്ലൊരു അമ്മത്തെങ്ങിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല വിളഞ്ഞ തേങ്ങ എടുക്കുക എന്നുള്ളതാണ്. വിളഞ്ഞ തേങ്ങ എന്ന് പറഞ്ഞാൽ എന്താണ്? 10-12 മാസം പ്രായമെത്തിയ തേങ്ങകൾ നമ്മൾ വിളവെടുക്കണം. അപ്പോൾ ആ തെങ്ങിന്, അമ്മത്തെങ്ങിന് ഒരു 20 വയസ്സെങ്കിലും പ്രായമുണ്ടാവണം. അങ്ങനെ 20 വയസ്സ് പ്രായമുള്ള ഒരു അമ്മത്തെങ്ങിൽ നിന്ന് 11-12 മാസം പ്രായമെത്തിയ വിത്ത് തേങ്ങകൾ ശേഖരിച്ച് നമ്മൾ പാകുക എന്നുള്ളത്. അപ്പോൾ വിത്ത് തേങ്ങ സംഭരിക്കുന്നത് അത് ഡിസംബർ മുതൽ ഏതാണ്ട് മെയ് മാസം വരെയുള്ള തേങ്ങകളാണ്. അതായത് വേനൽക്കാലത്ത് ഉണ്ടാകുന്ന തേങ്ങകളാണ് വിത്ത് തേങ്ങയായിട്ട് ഉപയോഗിക്കേണ്ടത്. അത്തരം തേങ്ങകൾ എടുത്തിട്ട് നമ്മൾ വിളവെടുക്കുമ്പോൾ വെട്ടി താഴെ ഇടരുത്, കെട്ടി ഇറക്കുക. കാരണം വേനൽക്കാലത്താണ്. വെട്ടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭ്രൂണം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് കുല കെട്ടി ഇറക്കുന്നത്. ആ കുല കെട്ടി ഇറക്കിയിട്ട് ആ കുലയുടെ ഏറ്റവും മുകളിലുള്ള തേങ്ങയും ഏറ്റവും ചുവട്ടിലുള്ള തേങ്ങയും ഒഴിവാക്കുക. ഏതാണ്ട് മധ്യഭാഗത്തുള്ള നല്ല ഒബ്ലോങ് ഷേപ്പുള്ള നല്ല ഉരുണ്ട കാഴ്ച ഭംഗിയുള്ള തേങ്ങകളായിരിക്കണം. അതിനകത്ത് വെള്ളം ഉണ്ടാവണം. അതേപോലെ തന്നെ ഈ തേങ്ങയ്ക്കും പ്രത്യേകതകളുണ്ട്. അത് നമ്മൾ പൊതിച്ചാൽ ഒരു 600 ഗ്രാമെങ്കിലും തൂക്കം ഉണ്ടാവണം. അതിൽ കൊപ്ര ഒരു 150 ഗ്രാമെങ്കിലും ഉണ്ടാവണം. അത്തരത്തിലുള്ള തെങ്ങ് തന്നെ ആയിരിക്കണം. തേങ്ങ ഉണ്ടാവുന്നത് ആ രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള തേങ്ങകൾ നമ്മൾ വിളവെടുത്ത് ഈ വേനൽക്കാലത്ത് വിളവെടുത്ത് നമ്മൾ പാകണം. പാകുന്നതിന് മുമ്പായിട്ട് വിളവെടുത്ത തേങ്ങ ഒരു 2 മാസം നമ്മൾ തണലിൽ വെക്കണം. തണലിൽ വെച്ചതിന് ശേഷമാണ് പാകേണ്ടത്. ഏറ്റവും വേഗം മുളയ്ക്കുന്ന തൈയാണ് ഏറ്റവും നല്ലത്. ഏറ്റവും വേഗം മുളയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നട്ടു വെച്ചാൽ നേഴ്സറിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നടാം. ഇതൊക്കെ ഗ്രോ ബാഗിൽ നട്ട തൈകളാണ്. ഇത് ഗ്രോ ബാഗിൽ തൈ നട്ടതാണ്. ഗ്രോ ബാഗിലെ ചകിരിച്ചോറും ചാണകപ്പൊടിയും നിറച്ച് അതിനകത്ത് ഇതേപോലെ തേങ്ങ നമ്മൾ നട്ടു വെച്ചാൽ ഒരു 9 മാസം ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നടാം. ഇത് 9 മാസം പ്രായമായ ഒരു തൈയാണ്. 9 മാസം പ്രായമായ തൈക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു 4 ഇലയെങ്കിലും ഉണ്ടാവണം. ഇത് 1, 2, 3, 4, 5, 6 ഇലയുണ്ട് ഇത്. അതേസമയം 1 വർഷം പ്രായം എത്തിയതിന് ഒരു 8 മുതൽ 10 വരെ ഇലകളുണ്ടാവും, ഓലകൾ ഉണ്ടാവണം. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓലകൾ വേഗം ഇതുപോലെ വിടർന്ന് നിൽക്കുന്നതായിരിക്കണം. നല്ല തൈയുടെ ഒരു ലക്ഷണമാണ്. വളരെ വേഗത്തിൽ ഇങ്ങനെ വിടർന്ന് നിൽക്കുക. ഇത് കണ്ടില്ലേ, ഇവിടെ തന്നെ വിടർന്ന് നിൽക്കുന്നത്. ഇതിപ്പം ഒരു 8-10 മാസം പ്രായമായ തൈയാണ്. ഇതിങ്ങനെ വിടർന്ന് ഇയർലി സ്പ്ലിറ്റപ്പ് എന്നാണ് പറയുക. അപ്പം അത്തരത്തിലുള്ള നാടൻ തൈകളാണ്. അപ്പം നാടൻ തൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഇനങ്ങൾ? നാടൻ പൊക്കമുള്ളതുകൊണ്ട് പൊക്കം കുറഞ്ഞതുകൊണ്ട്. പൊക്കമുള്ളത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള WCT എന്ന പേരിൽ വെസ്റ്റ് കോസ്റ്റ് ടോൾ, മലയാളത്തിൽ പശ്ചിമ തീര നെടിയിനം എന്ന് പറയും. അതുപോലെ തന്നെ ലക്ഷദ്വീപ് ഓർഡിനറി, ആൻഡമാൻ ഓർഡിനറി, ഫിലിപ്പൈൻസ് ഓർഡിനറി, അതേപോലെ തന്നെ നമ്മുടെ കൊച്ചിൻ ചൈന, ജാവ,
സാൻഡ്രമൻ എന്നൊക്കെ പേരിലുള്ള നെടിയ ഇനം, അതായത് പൊക്കമുള്ള ഇനങ്ങളുണ്ട്. അതിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് പോപ്പുലർ ആയിട്ടുള്ളത് പശ്ചിമതീര നെടിയ ഇനം എന്ന് പറയുന്ന WCT ആണ്. കുറ്റ്യാടി എന്നൊക്കെ പേരിലുള്ള തൈകളെല്ലാം കുറ്റ്യാടി പ്രദേശത്തുള്ള നാടൻ തേങ്ങയിൽ നിന്ന് എടുക്കുന്ന തൈകൾ തന്നെയാണ്. പിന്നെ പൊക്കം കുറഞ്ഞ നാടനുണ്ട്, നമ്മുടെ ചാവക്കാട് ഡാർഫ് ഓറഞ്ച് ഗ്രീൻ, അതുപോലെ മലയൻ ഡാർഫ് യെല്ലോ ഓറഞ്ച് ഗ്രീൻ എന്ന് പറയുന്ന 3 തരത്തിലുള്ള മലേഷ്യൻ കുള്ളൻ എന്നൊക്കെയാണ് അതിന് ഇപ്പം നേഴ്സറിക്കാർ പേരിട്ടതെന്നെങ്കിലും ശരിക്കുള്ള പേര് മലയൻ കുള്ളൻ എന്ന് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാം നാടനാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കമ്പാരിറ്റീവ്ലി നല്ലത് നാടനിൽ തേങ്ങയ്ക്കും ഇളനീരിനും പറ്റിയത് WCT തന്നെയാണ്. അപ്പം WCTയുടെ ഗുണമെന്ന് പറഞ്ഞാൽ വലിയ രോഗങ്ങൾ ഉണ്ടാവില്ല, കീടങ്ങൾ ഉണ്ടാവില്ല, നല്ല നമ്മുടെ ഈ വരൾച്ചയൊക്കെ അതിജീവിച്ച് വളർന്നുകൊണ്ടിരുന്ന ഒരു സാധനമാണ് നമ്മുടെ പശ്ചിമതീര നെടിയൻ. അപ്പം ഏറ്റവും നല്ല തെങ്ങും തൈ നടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പശ്ചിമതീര നെടിയൻ ഇനം തന്നെയാണ്. പിന്നെ ഇളനീര് ഏറ്റവും യോജിച്ച ഇനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാവക്കാട് കുള്ളൻ ഇനങ്ങളും മലയൻ കുള്ളൻ ഇനങ്ങളും. അത് നമുക്ക് ഈ പർപ്പസിന് ഇളനീരിന് ഇപ്പം തേങ്ങയേക്കാൾ വിലയുണ്ട്. 60 രൂപയൊക്കെ ഒരു ഇളനീരിന് വിലയുള്ള കാലമാണ്. അപ്പം അത്തരത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് കായ്ക്കും. 3 വർഷമൊക്കെ ആകുമ്പോൾ മലയൻ ഇനങ്ങളും ചാവക്കാട് ഇനങ്ങളും ഒക്കെ കായ്ക്കും. നമ്മുടെ ചെന്തെങ്ങ് എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നാടൻ തെങ്ങുകൾ. ഇത് കൂടാതെ മേൽത്തരം ഇനങ്ങളുണ്ട് ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്ന്. കേരള കാർഷിക സർവകലാശാല, തമിഴ്നാട് കാർഷിക സർവകലാശാല, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള മേൽത്തരം തൈകളുണ്ട്. അതിനെ സങ്കര ഇനം തൈകൾ എന്നാണ് പറയുക. സങ്കര ഇനം എന്ന് പറയുമ്പോൾ T*D, D*T. ഈ T*D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പൊക്കം കുറഞ്ഞ തൈയും പൊക്കം കൂടിയ തൈകളും തമ്മിൽ ക്രോസ് ചെയ്തുണ്ടാക്കുന്നതിനെയാണ് സങ്കര ഇനം തൈകൾ എന്ന് പറയുന്നത്. അപ്പം അതിലെ അമ്മത്തെങ്ങ് പൊക്കം കുറഞ്ഞാണെങ്കിൽ അതിനെ D*T എന്ന വിഭാഗത്തിലും, അമ്മത്തെങ്ങ് പൊക്കമുള്ളതാണെങ്കിൽ അതിനെ T*D എന്ന് പറയുന്നത്. അപ്പം ഓരോ ഗവേഷണ കേന്ദ്രങ്ങളും ഈ T*Dയെയും D*Tയെയും പല പേരിൽ വിളിക്കുന്നുണ്ട്. അപ്പം കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് കേരശ്രീ, കൽപ്പശങ്കര, കേരശങ്കര എന്നൊക്കെ പേരിൽ ഈ D*Tയും T*Dയൊക്കെ ഈ ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം D*T ഇനങ്ങളാണ്. അതുപോലെ തന്നെ കേരശ്രീ എന്ന പേരിൽ നമ്മുടെ T*D തൈകളും നമുക്ക് കിട്ടുന്നുണ്ട്. അത്തരം ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ സങ്കര ഇനങ്ങളും കൃഷി ചെയ്യാം. സങ്കര ഇനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഈ വലിയ തെങ്ങിൻ്റെ ഗുണങ്ങളുണ്ട്, നേരത്തെ കായ്ക്കും. D*T ഒക്കെ 3-ാം വർഷം തന്നെ കായ്ക്കും. അപ്പോൾ ആ 3-ാം വർഷം കായ്ക്കുന്ന D*Tയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ തേങ്ങയായിരിക്കും. സാധാരണ നാടൻ തേങ്ങയുടെ വലിപ്പമുള്ള തേങ്ങയായിരിക്കും. അത് ഇളനീരിനും കൊള്ളാം. അപ്പം ഇത്തരത്തിലുള്ള നല്ല തെങ്ങുകൾ നട്ട് നമുക്ക് വീണ്ടും നമ്മുടെ കേരളം എന്ന പേര് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. വില കൊടുത്ത് തെങ്ങിൻ തൈ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന നല്ല തൈകളാണ്, അത് വാങ്ങാം. അതുപോലെ തന്നെ കേരള കാർഷിക സർവകലാശാലകളിൽ നിന്ന്, തമിഴ്നാട് കാർഷിക സർവകലാശാലയിൽ നിന്ന്, ഫാമിൽ നിന്ന് വാങ്ങാം. അതേപോലെ തന്നെ CPCRA പോലുള്ള കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വാങ്ങാം. അതോടൊപ്പം തന്നെ നമ്മളെ വിശ്വാസമുള്ള നല്ല നഴ്സറികളിൽ നിന്ന്, പ്രൈവറ്റ് നഴ്സറികളിൽ നിന്നും ഈ തെങ്ങിൻ തൈ വാങ്ങണം. ഒരു കാരണവശാലും തൈ വാങ്ങി വഞ്ചിതരാകരുത്.